വത്തിക്കാൻ മെഡിക്കൽ ടീമിന്റെയും ജെമല്ലി ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിനം നടത്തിയ CT സ്കാൻ പരിശോധനയിൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു. ഇതേ തുടർന്ന് പാപ്പായ്ക്ക് കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടുന്ന ചികിത്സ ആവശ്യമായിരിക്കുകയാണെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ലബോറട്ടറി പരിശോധനകളും എക്സ്റേ സ്കാൻ റിപ്പോർട്ടുകളും ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായി തുടരുന്നുവെന്ന് വ്യക്തമാക്കി. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച റോമിലെ ജെമല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പാപ്പായ്ക്ക് പോളിമൈക്രോബിയൻ അണുരോഗബാധയാണെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇതേ തുടർന്ന് പാപ്പായ്ക്ക് കോർട്ടിസോൺ ഉൾപ്പെടുന്ന ആന്റിബയോട്ടിക് ചികിത്സകൾ ആവശ്യമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പാപ്പായുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായി തുടരുമ്പോഴും അദ്ദേഹം സന്തോഷവാനാണെന്നും ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചിരുന്നു. പകൽ അദ്ദേഹം വിശ്രമവും പ്രാർത്ഥനകളും വായനയുമായി ചെലവഴിച്ചു. കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പാപ്പായുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും അയച്ചിരുന്നു. തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ച പാപ്പ പ്രാർത്ഥനകൾ തുടരാൻ ഏവരോടും അഭ്യർത്ഥിച്ചു. ഫെബ്രുവരി 18 ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് പാപ്പായുടെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പത്രക്കുറിപ്പിറക്കിയത്.